ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഇമേജിൽ നിന്നും ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് ഞാൻ വാട്സാപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു ഇമേജ് കോപ്പി ചെയ്യുന്നു. ശേഷം ഗൂഗിൾ ക്രോമിലുള്ള ഈ ഒരു ഏരിയയിൽ വന്നുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജിനെ പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജിലുള്ള ടെക്സ്റ്റ് മുഴുവനും ഇതേപോലെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, മലയാളം എല്ലാ ലാംഗ്വേജുകളിലുള്ള ഫോണ്ടുകളും നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇത്ര സിമ്പിളായിട്ട് ഇതേപോലുള്ളൊരു ഇൻ്റർഫേസിൽ നമ്മുടെ ഇമേജിനെ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതുള്ളൂ. അതായത് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുക. ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഞാനിവിടെ ഗൂഗിളിൽ ടെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്തു. ശേഷം ഇവിടെ ഇമേജസ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെക്സ്റ്റിൻ്റെ ഇമേജ് ലഭിക്കുന്നതാണ്. അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഇമേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ ഇതേപോലെ വലുതായിട്ട് വരുന്നതാണ്. ശേഷം ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മുടെ ഇൻ്റർഫേസ് ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നതാണ്. ഈ ഒരു രൂപത്തിലെത്തിയതിനു ശേഷം നമ്മുടെ മൗസിൽ നിന്നും നമ്മൾ വിരലെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് മൊത്തത്തിൽ ഈ ഒരു രൂപത്തിലേക്ക് കൺവേർട്ട് ആകുന്നതാണ്. ശേഷം ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ലഭിച്ചിരിക്കുകയാണ്. ശേഷം നമ്മൾ വാട്സപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു ഇമേജ് കോപ്പി ചെയ്യുന്നു. ശേഷം ഗൂഗിൾ ക്രോമിൽ ആ ഒരു ഏരിയയിൽ വന്നുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇമേജ് ഇവിടെ പേസ്റ്റ് ആവുന്നതാണ്. ഇങ്ങനെ വന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഈ ഒരു സ്റ്റാറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇവിടെ ഇത് പിൻ ചെയ്ത് വെക്കുന്നു. ഇവിടെ ഗൂഗിൾ ലെൻസ് എന്നെടുത്ത് ടെക്സ്റ്റ് ടു ഇമേജ് എന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു ടെക്സ്റ്റ് ടു ഇമേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഡൺ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ഏതൊരു സമയത്ത് ഗൂഗിൾ ക്രോം തുറക്കുന്ന സമയത്തും ഇവിടെ ഇതേപോലൊരു ബട്ടൺ നമുക്ക് ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് ലഭിക്കുന്നതാണ്. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതേപോലൊരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ്. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നുകൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇൻ്റർഫേസ് ഈ ഒരു രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് വന്നുകൊണ്ടും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഇമേജിൽ നിന്നും നമുക്ക് ടെക്സ്റ്റുകൾ കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാനിത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.